നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ പറ്റിയിട്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് മറ്റ് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ്. അതായത് സാധാരണഗതിയിൽ പറഞ്ഞാൽ പാരൻസും കുട്ടികളും അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. കാരണം ആദ്യം പറഞ്ഞത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആണ്, അത് ഇതിലൊന്നും പെടാത്ത കേസാണ്. ബാക്കിയുള്ള നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്സ്, അതായത് പാരൻസും കുട്ടികളും തമ്മിൽ, അതുപോലെ സിബ്ലിങ്സ് തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് കേസ് എനിക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് അമ്മമാരെ വിളിച്ച് വളരെ സങ്കടത്തോടെയാണ് എൻ്റെ അടുത്ത് പറയാറുള്ളത്. രണ്ട് മക്കളും തമ്മിൽ ഭയങ്കര അടിയാണ്, ഭയങ്കര ബഹളമാണ്. ഇവരെ കൊണ്ട് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുന്ന അമ്മമാർ ഒരുപാടാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? തൊട്ട് മുമ്പുണ്ടായ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലെസൺസ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റിലും ഏറ്റവും അടുത്തവർ തന്നെ കാർമിക്സ് ആയിട്ട് വരുന്നത്. മനസ്സിലാക്കുക, നമ്മുടെ പാരൻസ്, നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ കുട്ടികൾ, നമ്മളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സിബ്ലിങ്സ്, ഇവരെല്ലാം തന്നെ ഇവർ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രിഗേഴ്സ് തരുന്ന കാർമിക്സ് എന്ന് പറയുന്നത് ഇവർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 99% കുട്ടികളുടെ ഭാഗത്തു നിന്നും പാരൻസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ട്രിഗേഴ്സ് കിട്ടും. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും. നേരെ തിരിച്ചിട്ട്, അതായത് പലരും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രായമായ അച്ഛനെയും അമ്മയും കൊണ്ട് ഇനി ഇതിൻ്റെ അപ്പുറം നമുക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം കർമ്മയാണെന്ന് മനസ്സിലാക്കാം. ഈ കർമ്മ നമുക്ക് റിലീസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ, അതായത് നമ്മുടെ അച്ഛനും കുട്ടികളും അല്ലെങ്കിൽ അമ്മയും കുട്ടികളും തമ്മിൽ, സിബ്ലിങ്സ് തമ്മിൽ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹീലിംഗ് ആണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്രണ്ട്സിന്റെ കാറ്റഗറി വേറെ തന്നെയാണ്. അതല്ലാണ്ടുള്ള ബ്ലഡ് റിലേഷൻ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെസണെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ട്രിഗേഴ്സ് നിങ്ങൾക്ക് തരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ മുന്നോട്ട് പോകുന്നതാണ് ഈ ട്രിഗേഴ്സ് വീണ്ടും 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 നമ്മളിലേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ വരുന്നത്. സോ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ ഒരു ഹീലേഴ്സിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എപ്പോഴും ഞാൻ പറയാം, ഹീലേഴ്സിനോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു ഹീലിംഗ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണെങ്കിൽ, ആ രണ്ട് പേർക്കിടയിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഹീലീസിനോട്, അതായത് ഹീലിംഗ് സ്വീകരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഹീലറോട് വേണ്ടത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചതെന്നുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടാകും, അത് ഹൈഡ് ചെയ്ത് വെക്കരുത്. അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ മറ്റേ ആൾക്ക് ഏത് തരത്തിലുള്ള വിഷമമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലൊരു ട്രിഗറിങ് ആണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ട്രിഗേഴ്സാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കി, അത് ഏത് ചക്രയുമായിട്ടാണ് കണക്റ്റഡ് ആയതെന്ന് മനസ്സിലാക്കി, അതിൽ നിന്ന് നമുക്ക് രേഖി വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാനും അതനുസരിച്ച് ആ ഒരു റിലേഷൻഷിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. സോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം ഹീലറും തമ്മിൽ. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള, അതായത് ബ്ലഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെസനെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ കാർമിക്സ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് നല്ലൊരു ഹീലറിൻ്റെ അടുത്ത് നിങ്ങൾ എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഹീലിംഗ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ 100% ഉറപ്പ് തരുന്നു, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പിന്നീട് മുന്നോട്ട് പോകും. അവര് നിങ്ങളടുത്ത് പിന്നെ യാതൊരു തരത്തിലുള്ള ട്രിഗേഴ്സും തരാതെ, ഒരു തരത്തിലുള്ള കാർമിക് സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഫ്രണ്ട്സിന്റെ കാറ്റഗറി, അവർ നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്സ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. പലരും റേക്കി എടുത്തതിന് ശേഷം, എൻ്റെ സ്റ്റുഡൻസിന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, റേക്കി ദീക്ഷ എടുക്കുന്നവരെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ആൾ ഒരു കാരണമില്ലാതെ നമ്മളെ വിട്ടുപോയി. വിട്ടുപോവുക എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷൻഷിപ്സിന് സാധിക്കുന്ന കാര്യമല്ല.
പുറത്തുള്ള റിലേഷൻഷിപ്പിലാണ് നമ്മളെ വിട്ടു പോകുന്നത്. എന്തുകൊണ്ട് അത്രയും നാളുണ്ടായ ഒരു സൗഹൃദം പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ വിട്ടുപോകുന്നു? മനസ്സിലാക്കുക, പലപ്പോഴും നമ്മുടെ എനർജി, നമുക്ക് ഓരോരുത്തരുടെയും എനർജി ഉണ്ട്, അത് ഡിഫറെൻ്റ് ആണ്. അപ്പം എൻ്റെ എനർജി ആയിരിക്കില്ല ഈ വീഡിയോസിലാണ്, നിങ്ങൾ ഓരോരുത്തരുടെ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലരുടേത് ലോ ആയിരിക്കും, ചിലരുടേത് നല്ല ഹൈ ആയിരിക്കും. നമ്മുടെ എനർജി ഹയർ ആവുന്നതിനനുസരിച്ചിട്ട് പല രീതിയിൽ നമുക്ക് എനർജി ഹയർ ആക്കാം. ഹയർ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചുറ്റിലും ഉണ്ടാകുന്ന റിലേഷൻഷിപ്സിൽ മാറ്റം വരും. അതായത് നമ്മുടെ ഫ്രണ്ടിൽ കാണിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്ന് പറയുന്നത്. അവര് നമുക്ക് പാര വെക്കുന്നുണ്ടാവും, നമുക്ക് പണി തരുന്നുണ്ടാവും, നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഉള്ളിലെങ്കിലും നമുക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് നമ്മളോട് അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാകുന്ന ആളുകളായിരിക്കും. മുകളിലിരിക്കുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സൽ ആ ഒരു സുപ്രീം പവർ, ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളാണ്. നിങ്ങൾ റേക്കി ദീക്ഷ എടുത്ത ആളാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നമുക്ക് നെഗറ്റിവിറ്റീസ് തരുന്ന നമ്മുടെ എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും നമ്മുടെ ഉയർച്ചയ്ക്ക് അവരൊരു തടസ്സമാവുന്നുണ്ടെങ്കിൽ, തടസ്സം എന്ന് പറയുന്നത് നേരിട്ടാവണമെന്നില്ല, ഇൻഡയറക്റ്റ് ആവാം. അവരുടെ എനർജി ആവാം, അവരുടെ സംസാരമാവാം, അവരിൽ നിന്നും വരുന്ന പ്രവൃത്തികളാവാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. ഇവർ നമുക്ക് നല്ലതല്ല, അല്ലെങ്കിൽ അനുകൂലമായല്ല, പ്രതികൂലമായാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല. എങ്കിൽ പോലും രേഖ സമേധയാ ആ ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രേഖ നമ്മുടെ കൂടെ നിൽക്കുകയും ആ ഒരു സൗഹൃദം നമുക്ക് ആവശ്യമല്ല എന്ന് പിന്നീട് നിങ്ങൾ തിരിച്ചറിയും. ഇത് രേഖ ദീക്ഷ എടുത്ത ആളുകളുടെ കാര്യമാണ്. ഇനി ദീക്ഷ എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എനർജി ഹയർ ആവും. നമ്മുടെ എനർജി എപ്പോഴും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഹയറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ആകാത്ത സൗഹൃദങ്ങൾ നമ്മുടെ അടുത്ത് നിൽക്കില്ല. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പലരെയും കാണാൻ പറ്റും. പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്മാൻ ആയിട്ടുള്ള എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള ഒരാൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സാധ്യതയും ഇല്ല. എപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് ഏകദേശം ഒരേ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. കാരണം അവരുടെ എനർജി ഏകദേശം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് അത് ഒരുമിച്ച് നിൽക്കുന്നത്. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കാര്യം പോലും എടുക്കുക. നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് നിങ്ങളുമായിട്ട് ഏകദേശം മാച്ചായി പോകുന്ന എനർജി ആയിരിക്കും അവരുടേത്. പെട്ടെന്ന് നിങ്ങളെക്കാളും ഹയർ ആയിട്ട് വരുന്ന ഒരാള് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഇനി വന്നാൽ തന്നെ അവർ കുറെ കാലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ലോ എനർജിയുള്ള ഒരാള് നിങ്ങളടുത്ത് നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റില്ല. സോ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് ഒക്കെ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകുന്നത്. മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്. കൊളീഗ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. പലരും എൻ്റെ അടുത്ത് പറയും, 10 വർഷമായി ഞാനൊരു ഫേമിൽ വർക്ക് ചെയ്യുന്നു, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് ഏറ്റവും കംഫർട്ടായ ഓഫീസായിരുന്നു, എനിക്ക് ഏറ്റവും കംഫർട്ടായ മാനേജറാണ്, എനിക്ക് ഏറ്റവും കംഫർട്ടായ സ്റ്റാഫാണ്, പെട്ടെന്നാണ് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നത്, അതൊന്നും മാറ്റിത്തരാൻ പറ്റുമോ? മനസ്സിലാക്കുക, എല്ലാം ഒരു കോൺട്രാക്റ്റ് ആണ്. നമ്മൾ എത്ര കാലം ഏത് സ്ഥാപനത്തിൽ ഏത് ജോലി ചെയ്യണം എന്ന് പോലും യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ കമ്പനി ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എത്ര കാലം ഉണ്ടാവണം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനമായിട്ട് എത്ര കാലം നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കണം എന്ന് പോലും എഴുതപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. പക്ഷേ അതിൽ തന്നെ ബ്ലഡ് റിലേഷൻഷിപ്പിനെ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നന്നായിട്ട് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത കേസുകൾ, അതായത് തൊട്ട് മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ്, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നമ്മുടെ കൊളീഗ്സിൻ്റെ ഇടയിൽ വരുന്നത്, ഈവൻ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ബ്രേക്കപ്പ് ആയി പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രിഗേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രിഗേഴ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. എല്ലാ റിലേഷൻഷിപ്സും ഹീലിംഗ് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ടു വരേണ്ടതല്ല എന്നുകൂടെ മനസ്സിലാക്കുക. ബ്രേക്കപ്പ് ആയി പോയി 2 വർഷമായി, ഇപ്പോഴും ഞാൻ അവളുടെ ഓർമ്മകളുമായി മുന്നോട്ട് പോവാണ്, അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. മനസ്സിലാക്കുക എന്തുകൊണ്ട് അവർ പോയി. അവർ പോയ സമയത്ത് നിങ്ങൾ ഏത് ലെസൺസ് ആണ് പഠിച്ചിട്ടുള്ളത്.
പലരോടും സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരുപാട് അവൈലബിൾ ആയിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് അവന് വേണ്ടി ഞാൻ അവൈലബിൾ ആയിരുന്നു, എൻ്റെ സമയത്തിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല, എല്ലാം അയാൾക്ക് വേണ്ടിയാണ് കൊടുത്തത്, എല്ലാം അയാൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. ആവരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ്, ഇങ്ങനെയൊരു സോൾ കോൺട്രാക്ട് നിങ്ങൾക്ക് ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.